ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രതീഷ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ 6 വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ വീഡിയോ എത്ര സമയമുണ്ടെന്ന് എനിക്ക് അറിയില്ല. കുറച്ച് ക്ഷമയോടെ കൂടെ മാത്രം കാണുവാൻ ശ്രമിക്കുക. ഇതിൽ എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ആരോട് ചോദിച്ചാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും പറയും, ഇല്ല, സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണ്, അവിടെ പൈസ പോകും. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞ പൈസ പോകുമെന്ന്? ആരും പറഞ്ഞതല്ല, ഞാൻ ചെയ്ത് നോക്കിയതാ. നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്ങും ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷനുമാണ് ചെയ്തത്. ഇതിനു വേണ്ടി നിങ്ങൾ എത്ര വർഷം പഠിച്ചു? ഞാൻ ഒന്നും പഠിച്ചില്ല. എൻ്റെ ഒരു ഏജന്റാണ് പറഞ്ഞത്, ഞങ്ങൾ ഓരോ കോൾ തരും, അത് പ്രകാരം നിങ്ങൾ ട്രേഡ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഞാൻ ചെയ്തു. ഫസ്റ്റ് എല്ലാം നല്ല ലാഭം കിട്ടി, പിന്നെ ഫുൾ ലോസായി. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നാൽ എല്ലാവർക്കും പൈസ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന്, പെട്ടെന്ന് റിച്ച് ആകണമെന്ന്. ഇന്ന് പൈസ ഇട്ടാൽ നാളെ ഡബിൾ ആകണം, ഇല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഡബിൾ ആകണം, ഇല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഡബിൾ ആകണം, ഇല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഡബിൾ ആകണം. ഇത് ഇവിടെ നടക്കുന്ന കാര്യമല്ല. സ്റ്റോക്ക് മാർക്കറ്റ് കുലുക്കിയാൽ കുലുങ്ങുന്ന ഒരു മരത്തിൽ നിന്ന് പൈസ വരുന്ന സാധനമല്ല. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി എത്ര കാലം പഠിച്ചു? അപ്പോൾ അയാൾ പറഞ്ഞു, 5 വർഷത്തെ ഡിഗ്രിയാണ്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. എവിടെയും പഠിച്ചു മാത്രമേ ചെയ്യുവാൻ കഴിയൂ. സ്റ്റോക്ക് മാർക്കറ്റിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ഇൻവെസ്റ്റിംഗ്, രണ്ടാമത് ബിസിനസ്. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നോളജ് ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യത്തിന് നല്ല നോളജും വേണം, ക്യാപിറ്റലും വേണം. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 0 നോളജ് മതി. ഒരു മ്യൂച്വൽ ഫണ്ടിൽ മാത്രം നിക്ഷേപിക്കുക, അതും ദീർഘകാലത്തേക്ക് മാത്രം. മിനിമം ഒരു 10 വർഷമെങ്കിലും കൊടുക്കുക. ആ പൈസ മാത്രമേ മ്യൂച്വൽ ഫണ്ടിൽ ഇടാവൂ. ഷോർട്ട് ടൈമിന് പറ്റുന്ന പരിപാടിയല്ല മ്യൂച്വൽ ഫണ്ട്. അത് മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് ഒരു നോളജും വേണ്ട. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ മാത്രം കണ്ടാൽ മതി. അവർ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഡെബിറ്റ് ആവുന്നത് പോലെ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ബാങ്കിൽ FD ഇട്ടാൽ 7 to 8% മാത്രമേ കിട്ടുകയുള്ളൂ. അത് എത്ര പേർക്കറിയാം? 5% മുതൽ 6% വരെ ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന്. അവിടെയും നിങ്ങൾക്ക് റിസ്ക് ഇല്ല എന്ന് വിചാരിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അവിടെ 5 ലക്ഷം വരെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുള്ളൂ. ബാക്കിയുള്ള പൈസയ്ക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ 50 ലക്ഷമുണ്ട്, ഞാൻ 10 ബാങ്കിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അപ്പോൾ എനിക്ക് എല്ലാത്തിനും പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ. ഓക്കെ, ശരി, നിങ്ങളൊരു ബുദ്ധിമാൻ തന്നെ. ഇത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലും ചെയ്യുന്നത്. അവരും ഡൈവേഴ്സിഫൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഇടുന്ന പൈസ ബാങ്കിൽ, അതേ ബാങ്കിൽ തന്നെയാണ് അവരും ബാങ്കിന്റെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുവാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. എന്നാലും അവർ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല സാധാരണക്കാരന്. അതാണ് നമുക്ക് പറ്റുന്ന വലിയ മിസ്റ്റേക്ക്. ഇതൊന്നും സ്കൂൾ തലത്തിലും എവിടെയും നമുക്ക് പറഞ്ഞു തരുന്നില്ല. നമ്മുടെ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല റിട്ടേൺ കിട്ടുമെന്ന്, അത് ആരും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്ക് ഒരു 20,000 സാലറി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 3,000 രൂപ മാറ്റിവെക്കുക. നിങ്ങളുടെ വയസ്സ് 20-നും 25-നും ഇടയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു 20 വർഷത്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു ക്രോർപ്രതിയായിരിക്കും 40-45 വയസ്സിൽ. ഇവിടെ നിങ്ങൾക്ക് ഒരു നോളജും ആവശ്യമില്ല, കുറച്ച് ക്ഷമയും മാത്രമാണ് വേണ്ടത്. നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടാൽ മാത്രം മതി. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇത് ഒരു ബിസിനസ്സായി കാണുക. ബിസിനസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ക്യാപിറ്റൽ ആവശ്യമാണ്, അതിന് ഒരു നോളജും ആവശ്യമാണ്. അതുതന്നെയാണ് ഇവിടെയും വേണ്ടത്. ബിസിനസ്സായി മാത്രം കാണുക, റിട്ടേൺ അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുക. വർഷത്തിൽ ഒരു 24-30% മാത്രം പ്രതീക്ഷിക്കുക. അതിൽ തന്നെ ഫസ്റ്റത്തെ വർഷം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
അതിന് ഗ്രോത്ത് സ്റ്റേജായി മാത്രം കാണുക. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഒരിക്കലും ലാഭം പ്രതീക്ഷിക്കരുത്. അത് നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു സാധ്യത മാത്രമാണ്. നിങ്ങൾ ഏത് ബിസിനസ് ചെയ്താലും മിനിമം 1 വർഷമെങ്കിലും വെയിറ്റ് ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. ഇവിടെയും അറ്റ്ലീസ്റ്റ് 1 ഇയറെങ്കിലും വെയിറ്റ് ചെയ്യുക. അത് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് മാത്രം. നിങ്ങൾക്ക് എവിടെയും പോകണ്ട, വീട്ടിലിരുന്ന് മാത്രം ചെയ്താൽ മതി. ഒരു ലേബേഴ്സിനെയും ആവശ്യമില്ല, ഒരു കടയുടെയും ആവശ്യമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും പോകാം. ആരും നിങ്ങളോട് ഒന്നും ചോദിക്കത്തില്ല. ഇത്രയും ബെനിഫിറ്റുള്ള എത്ര മനോഹരമായ ബിസിനസ്സാണിത്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 50 കമ്പനികളുടെ വാർഷിക വരുമാനം 20-30%. അത്രമാത്രമേ നമുക്കും പ്രതീക്ഷിക്കാവൂ. നിങ്ങളുടെ കയ്യിൽ ഒരു 1 CR ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്നും ഫസ്റ്റത്തെ 1 വർഷം നിങ്ങൾ അത് ഗ്രോത്ത് സ്റ്റേജിന് മാത്രമായി വിടുക. അത് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് മാത്രം. പിന്നീടുള്ള വർഷങ്ങളിൽ മാസം ഒരു 2% വെച്ച് നമുക്ക് സുഖമായി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എടുക്കാവുന്നതാണ്. 2% എന്ന് പറയുമ്പോൾ ഒരു 2 ലക്ഷം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾ എവിടെയും പോകണ്ട. വീട്ടിലിരുന്ന് ഒരു കടയും ആവശ്യമില്ല, ഒരു ജോലിക്കാരും ആവശ്യമില്ല, ഒരു ടെൻഷനുമില്ല. 2 ലക്ഷം രൂപ സുഖമായി ഉണ്ടാക്കാം. അതിന് നല്ലൊരു നോളജ് വേണം, നല്ലൊരു ക്യാപിറ്റൽ വേണം. ഇനി ഞാനിവിടെ എൻ്റെ പ്രൊജക്റ്റിലേക്ക് പോവുകയാണ്. ഈ പ്രൊജക്റ്റ് ശരിക്കും നടക്കുന്നതാണ്. ഈ പ്രൊജക്റ്റ് എൻ്റെ അക്കൗണ്ടിലല്ല നടക്കുന്നത്. ഇത് ഞാനൊരു അങ്കിളിനെ പരിചയപ്പെട്ടു. ആ അങ്കിളോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ശരി, എനിക്കൊരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഞാൻ 1 വർഷം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു ഞാൻ ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കൊടുത്തു. കറക്റ്റ് 1 വർഷം ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഫസ്റ്റത്തെ 1 വർഷം ഗ്രോത്ത് സ്റ്റേജ് മാത്രമായി കാണുക. അതിൽ 1 രൂപ പോലും നിങ്ങൾ ലാഭം പ്രതീക്ഷിക്കരുത്. ക്യാപിറ്റൽ മാത്രം പ്രൊട്ടക്ഷൻ ചെയ്യുക. അങ്കിളിന് മനസ്സിലായി. ഫസ്റ്റത്തെ 1 വർഷത്തിൽ ആ കിട്ടിയ പൈസയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, 18 ലക്ഷത്തോളം രൂപ. അപ്പോൾ അങ്കിളിന് മനസ്സിലായി, അതെ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പൈസ ഉണ്ടാക്കാം, പക്ഷേ കുറച്ച് ക്ഷമയും കുറച്ച് നോളജും വേണം. അങ്ങനെ 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ ജനുവരിയിൽ ഞങ്ങൾ പ്രൊജക്റ്റ് ആരംഭിച്ചു. ആ പ്രൊജക്റ്റിന്റെ വിവരങ്ങളാണ് ഞാൻ ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത്. അങ്കിളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു ഡെമോ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ടിൽ കാണുന്ന ഒരു സ്റ്റോക്കും നിങ്ങൾ ഡയറക്റ്റ് വാങ്ങരുത്. എന്തെങ്കിലും നഷ്ടം വന്നാൽ നിങ്ങളായിരിക്കും ഉത്തരവാദി, ഞാൻ ഉത്തരവാദിയല്ല. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രം കാണുക. ഇതിൽ 1 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്കിൾ പറഞ്ഞത്. അത് മുഴുവനായിട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു 92 ലാഖിനടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ബാക്കി ഒരു ഇൻഷുറൻസ് എടുത്തു, ഓപ്ഷൻ വാങ്ങിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആ പ്രൊജക്റ്റിന്റെ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ ഫുൾ വിശദമായി പരിശോധിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് പ്രൊജക്റ്റിന്റെ വിശദാംശ വിവരങ്ങളിലേക്ക് കടക്കാം. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ 1 CR പ്രൊജക്റ്റ്. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ഓരോ സ്റ്റോക്കും. വീണ്ടും പറയുന്നു, ഇതിലെ ഒരു സ്റ്റോക്കും നിങ്ങൾ ആരും ഡയറക്റ്റ് വാങ്ങരുത്. നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെ കേട്ട് മാത്രം വാങ്ങുക. ഇത് ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രം കാണുക. ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ബൈയിങ്ങിൻ്റെ ഏത് ഡേറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ ഡേറ്റ്, ഇത് ബൈയിങ് പ്രൈസ്, ഇത് ക്വാണ്ടിറ്റി, ബൈയിങ് വാല്യൂ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, കറൻറ്റ് വാല്യൂ,
ഗെയിൻ ആൻഡ് ലോസ്, ഇത് എത്ര ദിവസമായിട്ടുണ്ട്, ഇത് ഗെയിൻ ആൻഡ് ലോസ്, ഇതെല്ലാം ഓട്ടോമാറ്റിക് അപ്ഡേറ്റഡ് ആണ്. ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് മാത്രം ഒരു 20 മിനിറ്റ് ഡിലേ ആണ്. നോ പ്രോബ്ലം. ഇത് നോക്കി നമ്മൾ ഒരിക്കലും ട്രേഡ് പുഷ് ചെയ്യുന്നില്ല. ഇത് റെഫറൻസിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ അങ്കിളിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് മെയിൻ ചോദിച്ചാൽ തരും, പക്ഷേ നമ്മൾ അവരുടെ സേഫ്റ്റിയും നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പേരോ വിവരങ്ങളോ ഒരിക്കലും ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല. ആ ഉറപ്പിന്മേൽ ആണ് ആ ഉറപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 1 CR, ഇവിടെ ടോട്ടൽ 7,21,042 രൂപ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ എത്ര രൂപയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. 92,78,598. ബാക്കി വരെ ഈ 7 ലക്ഷം രൂപയിൽ നമ്മൾ 5 ലക്ഷം രൂപ നമ്മൾ ഇവിടെ ഒരു ഇൻഷുറൻസ് അതിൻ്റെ പുട്ട് ഓപ്ഷൻ, അതാണ് ഇവിടെ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ ഹെഡ്ജ് ചെയ്ത പൈസ നമുക്ക് നമ്മൾ വാങ്ങിച്ച എല്ലാ സ്റ്റോക്കിനെയും പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ഓരോ മാസവും നമ്മൾ ഒരു 50,000, 70,000 1 lakh അങ്ങനെ 12 മാസം കൊണ്ട് നമ്മൾ ഈ ഹെഡ്ജ് ചെയ്ത പൈസ ഇതിൽ നിന്ന് തന്നെ എടുക്കും, സ്റ്റോക്കിൽ നിന്ന് തന്നെ എടുക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഓരോ സ്ട്രാറ്റജി പ്രകാരമായിരിക്കും. ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആർക്കെ ഇത് നോക്കി ഒന്നും ചെയ്യരുത്. ലാഭനഷ്ടം വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രം കാണുക. ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഡെയിലി ഉള്ള പോർട്ട്ഫോളിയോയുടെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരിക്കലും റിലീസ് ചെയ്ത പ്രോഫിറ്റോ ലോസോ അല്ല. ഇത് ഈ പോർട്ട്ഫോളിയോ എപ്പോഴാണോ നമ്മൾ വിൽക്കുന്നത് അപ്പോൾ മാത്രമേ ഇത് റിലീസ് ആകുന്നുള്ളൂ. റിലീസ് പ്രോഫിറ്റോ റിലീസ് ലോസോ ആകുന്നുള്ളൂ. ഇത് ഡെയിലി നമുക്ക് റെഫറൻസ് നമ്മുടെ ഡെയിലി എത്ര രൂപ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നഷ്ടമോ ലാഭമോ നോക്കുവാൻ മാത്രമാണ് ഈ കോളം നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇവിടെ ഇത് മന്ത്ലി പോർട്ട്ഫോളിയോ അപ്ഡേറ്റ്. ഇത് പോർട്ട്ഫോളിയോയുടെ മന്ത്ലി ലാസ്റ്റ് എക്സ്പയറി ഡേ ഉള്ള വ്യാഴാഴ്ചയിലെ അപ്ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഹെഡ്ജിങ്, ഇതെല്ലാം നോഷണൽ ലോസും നോഷണൽ പ്രോഫിറ്റുമാണ്. ഇത് മാത്രമാണ് ഫൈനാൻസിങ്. ഇത് മന്ത്ലി നമ്മൾ വിഡ്രോ ചെയ്യും. ഇത് ലോസ് ആണെങ്കിൽ ശരി, പ്രോഫിറ്റ് ആണെങ്കിലും ശരി. ഇത് മാസം നമ്മൾ വിഡ്രോ ചെയ്തു, അതാണ് ഇവിടെ റിലീസ് ഫണ്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് ടോട്ടൽ ഈ മാസത്തെ ജനുവരി മാസത്തെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എത്രയാണ്? ഈ ഫൈനാൻസിങ് കഴിച്ചിട്ട് ബാക്കിയുള്ള വാല്യൂ വന്നിട്ട് 6,29,359. വെറും നാഷണൽ ലോസ് മാത്രമാണ്. ഇതാണ് നമ്മുടെ 1 CR പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ. വീണ്ടും പറയുന്നു, ഇതിലെ ഒരു സ്റ്റോക്കും നിങ്ങൾ ഡയറക്റ്റ് വാങ്ങരുത്. ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രം കാണുക. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന മോട്ടിവേഷൻ എല്ലാവർക്കും ഒരു SIP അക്കൗണ്ട് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പൈസ ഉണ്ടാക്കാം. അതിന് ക്ഷമ മാത്രമാണ് വേണ്ടത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ലാസ്റ്റ് മാസം വരെ നമുക്ക് കാണാം.